ഗസയിലെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങുമെത്തിയില്ലെന്ന് സൂചന. കരാറിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 24 മണിക്കൂറിനുള്ളിൽ രണ്ടാം തവണയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ഷെഡ്യൂളില്ലാത്ത കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഗസയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഇരു നേതാക്കളും എന്തെങ്കിലും പ്രസ്താവന നടത്തുകയോ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം പങ്കെടുത്ത യോഗത്തിന്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ടവർ പുറത്തുവിട്ടിട്ടുമില്ല. ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് 95 ഫലസ്തീനികളെ കൊന്നൊടുക്കിയതിനു ശേഷമായിരുന്നു രണ്ടാമതും കൂടിക്കാഴ്ച. ചർച്ചയ്ക്ക് മുമ്പ് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി പ്രതികരിച്ചിരുന്നു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച നടന്ന തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു. ജനുവരി 20-ന് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം 3-ാം തവണയാണ് നെതന്യാഹു അദ്ദേഹത്തെ കാണാനും ചർച്ചയ്ക്കുമായി വൈറ്റ് ഹൗസിലെത്തുന്നത്. ഗസയെക്കുറിച്ച് പ്രത്യേകമായി തന്നെ നെതന്യാഹുവുമായി സംസാരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഗസ ഒരു ദുരന്തമാണ്, അദ്ദേഹം അത് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാനും അത് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നു, മറുവശത്തും അങ്ങനെ തന്നെയാകുമെന്നാണ് കരുതുന്നത്, ട്രംപ് പറഞ്ഞു. അതേസമയം ചർച്ചയിൽ ഉരുത്തിരിയുന്ന വ്യവസ്ഥകളെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അതേസമയം ദോഹയിൽ തുടരുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ഭിന്നതകൾ ഗണ്യമായി കുറഞ്ഞതായും സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിൽ പറഞ്ഞു. അതേസമയം പുതിയ ചർച്ചകളിൽ നിന്ന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും അൽ ജസീറ റിപ്പോർട്ടർ മൈക്ക് ഹന്ന ചൂണ്ടിക്കാട്ടി. തീർത്തും രഹസ്യമായ നിലക്കാണ് ചർച്ചകൾ നടന്നത്. എന്നാൽ തീരുമാനമെടുക്കുന്നതിൽ എന്തോ തടസ്സമുണ്ടെന്നാണ് ചർച്ച 1 മണിക്കൂർ നീണ്ടത് സൂചിപ്പിക്കുന്നതെന്നും മൈക്ക് കൂട്ടിച്ചേർത്തു. അതിനിടെ ഗസയിൽ നിന്ന് താമസക്കാരെ നിർബന്ധമായി ഒഴിപ്പിക്കാനുള്ള പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നടത്തിയ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആളുകൾ ഗസയിൽ താമസിക്കണമോ അതല്ല പോകണമോ എന്ന് സ്വയം തീരുമാനിക്കാമെന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ അയൽരാജ്യങ്ങളിൽ ഗസക്കാർക്ക് താമസിക്കാനുള്ള ഇടം നൽകുമെന്നും ഇതിനായി അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. ചില രാജ്യങ്ങളുമായി ചർച്ച നടത്തിയെന്നും ഫലസ്തീനികളുടെ നല്ലതിനു വേണ്ടിയാണിതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള ശ്രമം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കെയാണ് നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തിയത്. ഹമാസ് വെടിനിർത്തലിന് അനുകൂല പ്രതികരണം നടത്തിയിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.